ഗുഡ് മോർണിംഗ് ടു ഓൾ. ഭാരതം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ സമയത്ത് എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. താങ്ക് യു. Students, we had conducted some programs related to Independence Day. So now you will have a glimpse of all those programs. നമസ്കാരം. ഗാന്ധിജി ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. വന്ദേ മാതരം. മോർണിംഗ് ഓൾ. I am Indira Priyasini Gandhi, first woman President of India. My parents are Pandit Jawaharlal Nehru and Kamala Vijay Hatao. Jai Hind. Happy Independence Day. I am Patrick Engine. Hi friends, I am Happy Nandan. I love my country. Jai Hind. Vande Mataram, Vande Mataram, Sujala Sufala. ഞാൻ നിങ്ങളുടെ ഭാരതമാതാവ്. വന്ദേ മാതരം. ജയ് ഹിന്ദ്. ഭാരതം ഭാരതം എത്ര സുന്ദരം എൻ്റെ ഭാരതം. ഭാരതം 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 എത്ര സുന്ദരം എൻ്റെ ഭാരതം. നാനാജാതി മതങ്ങൾ കൈകൾ കോക്കും നാട്, മാനാഭിമാനങ്ങൾക്കും ഭാരതമാണ് വീട്. നാനാജാതി മതങ്ങൾ കൈകൾ കോക്കും നാട്, മാനാഭിമാനങ്ങൾ ഭാരതമാണ് വീട്. എത്ര സുന്ദരം എൻ്റെ ഭാരതം, എത്ര സുന്ദരം എൻ്റെ ഭാരതം. ഭാരതം 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 എത്ര സുന്ദരം എൻ്റെ ഭാരതം. ഒട്ടേറെ ത്യാഗചരികൾ ചൊല്ലിടുന്നു മണ്ണിൽ, കിട്ടാനാ പൊരുതിയവർ സ്വാതന്ത്ര്യനിർമ്മാണം പുണ്യ. ഒട്ടേറെ ത്യാഗചരികൾ ചൊല്ലിടുന്നു മണ്ണിൽ, കിട്ടാനായി പൊരുതിയവർ സ്വാതന്ത്ര്യനിർമ്മാണം പുണ്യ. എത്ര സുന്ദരം എൻ്റെ ഭാരതം, എത്ര സുന്ദരം എൻ്റെ ഭാരതം.
ഭാരതം 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 എത്ര സുന്ദരം എൻ്റെ ഭാരതം 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 എത്ര സുന്ദരം എൻ്റെ ഭാരതം. ജയ് ഹിന്ദ്. ഇന്ന് എൻ്റെ കൺട്രിയെ കുറിച്ചാണ് പാടാൻ പോകുന്നത്. എൻ്റെ നാട് എൻ്റെ നാട് എൻ്റെ നാട് ഭാരതം എന്നമ്മ നാട്. എൻ്റെ നാട് എൻ്റെ നാട് എൻ്റെ നാട് ഭാരതം എൻ്റെ അമ്മ നാട്. പെറ്റമ്മയാണ് എൻ്റെ നാട്, എല്ലാരെയും ഒന്നാൽ തലോടുന്ന നാട്. പെറ്റമ്മയാണ് എൻ്റെ നാട്, എല്ലാരെയും ഒന്നാൽ തലോടുന്ന നാട്. എൻ്റെ നാട് എൻ്റെ നാട് എൻ്റെ നാട് ഭാരതം എന്നമ്മ നാട്. ലലലലല ലലലല ലലലലല ലലലലല. അങ്ങ് ദൂരെ ആകാശത്ത് കാണുന്നു നമ്മുടെ 3 നിറക്കൊടികൾ. അങ്ങ് ദൂരെ ആകാശത്ത് കാണുന്നു നമ്മുടെ 3 നിറക്കൊടികൾ. എൻ്റെ പതാകയാണ് എൻ്റെ ജീവൻ, ഭാരതം എന്ന അഭിമാനം. എൻ്റെ പതാകയാണ് എൻ്റെ ജീവൻ, ഭാരതം എന്ന അഭിമാനം. എൻ്റെ നാട് എൻ്റെ നാട് എൻ്റെ നാട് ഭാരതം എന്നമ്മ നാട്. ലലലലല ലലലല ലലലലല ലലലലല. മഴയുള്ള വെയിലുള്ള മഞ്ഞുള്ള നാട്, പാടും കിളിയുള്ള നാട്. മഴയുള്ള വെയിലുള്ള മഞ്ഞുള്ള നാട്, പാടും കിളിയുള്ള നാട്. ഒരുമയോട് ഒരുമിച്ച് വാഴുന്ന നാട്, ഭാരതമാണ് എൻ്റെ നാട്. ഒരുമയോട് ഒരുമിച്ച് വാഴുന്ന നാട്, ഭാരതമാണ് എൻ്റെ നാട്. എൻ്റെ നാട് എൻ്റെ നാട് എൻ്റെ നാട് ഭാരതമാണ് എൻ്റെ നാട്. കണ്ണട വച്ചിട്ട് വടിയും കുത്തി നടന്നിട്ട് നമുക്ക് നാടിനെ നേടിത്തന്ന നമ്മുടെ ഗാന്ധി അപ്പൂപ്പൻ, ഗാന്ധി അപ്പൂപ്പൻ, ഗാന്ധി അപ്പൂപ്പൻ. നല്ലതു മാത്രം ചെയ്യാനും നല്ലവരായി നടക്കാനും നമ്മോടോതുകയാണ് അപ്പൂപ്പൻ, നമ്മുടെ ഗാന്ധി അപ്പൂപ്പൻ, ഗാന്ധി അപ്പൂപ്പൻ, ഗാന്ധി അപ്പൂപ്പൻ. തൊഴുകയോടെ നമിക്കാനും തോക്കില്ലാതെ ജയിക്കാനും നമ്മെ പണ്ട് പഠിപ്പിച്ചല്ലോ നമ്മുടെ ഗാന്ധി അപ്പൂപ്പൻ, ഗാന്ധി അപ്പൂപ്പൻ, ഗാന്ധി അപ്പൂപ്പൻ. എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ. എൻ്റെ നാട് എൻ്റെ നാട് എൻ്റെ നാട് ഭാരതം എന്നമ്മ നാട്. എൻ്റെ നാട് എൻ്റെ നാട് എൻ്റെ നാട് ഭാരതം എന്നമ്മ നാട്. പെറ്റമ്മയാണ് എൻ്റെ നാട്, എല്ലാരെയും ഒന്നായി തലോടുന്ന നാട്. പെറ്റമ്മയാണ് എൻ്റെ നാട്,
ചൊല്ലാൻ പോകുന്നത് എത്ര സുന്ദരം എന്റെ ഭാരതം എന്ന ദേശീയ ഭക്തിഗാനമാണ്. ഭാരതം 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 എത്ര സുന്ദരം എന്റെ ഭാരതം. ഭാരതം 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 എത്ര സുന്ദരം എന്റെ ഭാരതം. നാനാജാതി മതങ്ങൾ കൈകൾ കോർക്കും നാട്, മാനാഭിമാനം നൽകും ഭാരതമാം വീട്. എത്ര സുന്ദരം എന്റെ ഭാരതം, എത്ര സുന്ദരം എന്റെ ഭാരതം. നാനാജാതി മതങ്ങൾ കൈകൾ കോർക്കും നാട്, മാനാഭിമാനം നൽകും ഭാരതമാം വീട്. എത്ര സുന്ദരം എന്റെ ഭാരതം, എത്ര സുന്ദരം എന്റെ ഭാരതം. ഭാരതം 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 എത്ര സുന്ദരം എന്റെ ഭാരതം. ഒട്ടേറെ ത്യാഗചരിതം ചൊല്ലിടുന്ന മണ്ണ്, കിട്ടാനായി പൊരുതി പല സ്വാതന്ത്ര്യമാം പൊന്ന്. എത്ര സുന്ദരം എന്റെ ഭാരതം, എത്ര സുന്ദരം എന്റെ ഭാരതം. ഒട്ടേറെ ത്യാഗചരിതം ചൊല്ലിടുന്ന മണ്ണ്, കിട്ടാനായി പൊരുതി പല സ്വാതന്ത്ര്യമാം പൊന്ന്. എത്ര സുന്ദരം എന്റെ ഭാരതം, എത്ര സുന്ദരം എന്റെ ഭാരതം. ഭാരതം 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 എത്ര സുന്ദരം എന്റെ ഭാരതം. ഭാരതം 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 എത്ര സുന്ദരം എന്റെ ഭാരതം, എത്ര സുന്ദരം എന്റെ ഭാരതം. താങ്ക് യു. ഈ മാതൃഭാരതം നമ്മുടേത്, ഇനിയുള്ള നാളുകൾ നമ്മുടേത്. ഈ മാതൃഭാരതം നമ്മുടേത്, ഇനിയുള്ള നാളുകൾ നമ്മുടേത്. ഈ മഞ്ഞുമലകളുടെ നറുകയിൽ ചിതറുന്ന ചുടുചോര മുത്തുകൾ നമ്മുടേത്. നിറകണ്ണു നീക്കണം നമ്മുടേത്. ഈ മാതൃഭാരതം നമ്മുടേത്, ഇനിയുള്ള നാളുകൾ നമ്മുടേത്. കരുതലോടെന്നും കരൾ തൊട്ടു പാലിച്ച വസുദേവ മന്ത്രങ്ങൾ നമ്മുടേത്. കരുതലോടെന്നും കരൾ തൊട്ടു പാലിച്ച വസുദേവ മന്ത്രങ്ങൾ നമ്മുടേത്. കഴുകന്റെ നഖമുനകൾ പിഴുതു മുന്നേറുവാൻ കഴിയും കരുത്തുകൾ നമ്മുടേത്. കഴുകന്റെ നഖമുനകൾ പിഴുതു മുന്നേറുവാൻ കഴിയും കരുത്തുകൾ നമ്മുടേത്. തളരാത്ത താരണം നമ്മുടേത്. ഈ മാതൃഭാരതം നമ്മുടേത്, ഇനിയുള്ള നാളുകൾ നമ്മുടേത്. നേർവഴിയിൽ നിന്നും ഉയർന്നു മുഖം നീങ്ങുവാൻ നേടുന്ന നന്മകൾ നമ്മുടേത്. നേർവഴിയിൽ നിന്നും ഉയർന്നു മുഖം നീങ്ങുവാൻ നേടുന്ന നന്മകൾ നമ്മുടേത്. അവസാന വിജയമേറ്റരുമയായി പാറുവാൻ കഴിയും പതാകകൾ നമ്മുടേത്. അവസാന വിജയമേറ്റരുമയായി പാറുവാൻ കഴിയും പതാകകൾ നമ്മുടേത്. ഉദയാത്തരാങ്കണം നമ്മുടേത്. ഈ മാതൃഭാരതം നമ്മുടേത്, ഇനിയുള്ള നാളുകൾ നമ്മുടേത്. नमस्कार, मेरा नाम एग्नेस लेजो है। मैं चौथी कक्षा में पढ़ती हूँ। इस गाना का नाम है हम होंगे कामयाब। हम होंगे कामयाब, हम होंगे कामयाब, हम होंगे कामयाब एक दिन। हुकूमत में है विश्वास, पूरा
मलयज शीतला सस्यश्यामला मातरं वन्दे मातरं सुप्रजोत्स्ना पुलकितयामिनी फुल्लकुसुमित द्रुमदलशोभिनी सुहासिनी सुमधुरभाषिणी सुखदां वरदां मातरं वन्दे मातरं वन्दे मातरं वन्दे मातरम्। सारे जहां से अच्छा हिंदोसिता हमारा हमारा सारे जहां से अच्छा हिंदोसिता हमारा हम बुलबुले हैं इसकी ए गुलसिता हमारा हमारा सारे जहां से अच्छा हिंदोसिता हमारा हम बुलबुले हैं इसकी ये गुलसिता हमारा हमारा सारे जहां से अच्छा पर्वत वो सबसे ऊंचा हमसाया आसमां का पर्वत वो सबसे ऊंचा हमसाया आसमां का वो समुंदरी हमारा वो पासबान हमारा हमारा सारे जहां से अच्छा हिंदोसिता हमारा हमारा सारे जहां से अच्छा गोदी में खेलती है जिसकी हजारों नदियाँ गोदी में खेलती है जिसकी हजारों नदियाँ गुलशन है जिनके दम से रेश के दिनाम हमारा हमारा सारे जहां से अच्छा हिंदोसिता हमारा हमारा सारे जहां से अच्छा मजहब नहीं सिखाता आपस में बैर रखना मजहब नहीं सिखाता आपस में बैर रखना हिंदी है हम हिंदी है हम हिंदी है हम वतन है हिंदोसिता हमारा हमारा सारे जहां से अच्छा हिंदोसिता हमारा हम बुलबुले हैं इसकी ये गुलसिता हमारा हमारा सारे जहां से अच्छा हिंदोसिता हमारा हमारा सारे जहां से अच्छा हम होगी कामयाब हम होगी कामयाब हम होगी कामयाब एक दिन ओहो मन में है विश्वास पूरा है विश्वास हम होगी कामयाब एक दिन हम होगी कामयाब हम होगी कामयाब हम होगी कामयाब एक दिन ओहो मन में है विश्वास पूरा है विश्वास हम होगी कामयाब एक दिन
होगी शांति चारों ओर, होगी शांति चारों ओर, होगी शांति चारों ओर एक दिन। ओहो मन में है विश्वास, पूरा है विश्वास, होगी शांति चारों ओर एक दिन। हम चलेंगे साथ साथ, हम चलेंगे साथ साथ, हम चलेंगे साथ साथ एक दिन। ओहो मन में है विश्वास, पूरा है विश्वास, हम चलेंगे साथ साथ एक दिन। नहीं डर किसी का आज, नहीं भय किसी का आज, नहीं डर किसी का आज एक दिन। ओहो मन में है विश्वास, पूरा है विश्वास, नहीं डर किसी का आज के दिन। हम होंगे कामयाब, हम होंगे कामयाब, हम होंगे कामयाब एक दिन। ओहो मन में है विश्वास, पूरा है विश्वास, हम होंगे कामयाब एक दिन। हम होंगे कामयाब एक दिन, हम होंगे कामयाब एक दिन, हम होंगे कामयाब एक दिन। നമസ്കാരം. ഭാരതം എൻ ഭാരതം ഉണരുന്നു ഭാരതം, പൊൻസൂര്യനായുലകത്തിലും ഉണർവേകുമെൻ ഭാരതം. ഭാരതം എൻ ഭാരതം ഉണരുന്നു ഭാരതം, പൊൻസൂര്യനായുലകത്തിലും ഉണർവേകുമെൻ ഭാരതം. സോദരർ നാം ഒന്നായി കൈകോർത്ത് മുന്നേറിടാം, സ്നേഹപുഷ്പങ്ങൾ വിതറാം. ജയ് ഭാരത് മാതാ, ജയ 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 ഭാരതം എൻ ഭാരതം ഉണരുന്നു ഭാരതം, പൊൻസൂര്യനായുലകത്തിലും ഉണർവേകുമെൻ ഭാരതം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു പാടുമെൻ ഭാരതം, ശാന്തി തൻ സ്നേഹതീരമാം പുണ്യഭാരതം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു പാടുമെൻ ഭാരതം, ശാന്തി തൻ സ്നേഹതീരമാം പുണ്യഭാരതം. ഉയരങ്ങളിലുയരുന്നിതാ ത്രിവർണ്ണ പതാകകൾ, നിറമാർന്ന സ്നേഹത്തിൻ നിറമാലകൾ ചാർത്തിടാം. ഉയരങ്ങളിലുയരുന്നിതാ ത്രിവർണ്ണ പതാകകൾ, നിറമാർന്ന സ്നേഹത്തിൻ നിറമാലകൾ ചാർത്തിടാം. ഭാരതം എൻ ഭാരതം ഉണരുന്നു ഭാരതം, പൊൻസൂര്യനായുലകത്തിലും ഉണർവേകുമെൻ ഭാരതം. മതജാതി വർണ്ണ ഭേദങ്ങളില്ലാതൊരുമിച്ചു മുന്നേറിടാം, നാനാത്വത്തിൽ ഏകത്വമായൻ പുണ്യഭാരതം. മതജാതി വർണ്ണ ഭേദങ്ങളില്ലാതൊരുമിച്ചു മുന്നേറിടാം, നാനാത്വത്തിൽ ഏകത്വമായൻ പുണ്യഭാരതം. ജീവൻ ബലിയർപ്പിച്ചും നമ്മെ കാത്തിടും ധീരജവാന്മാർക്കെന്നും തുണയായിടാം. ജീവൻ ബലിയർപ്പിച്ചും നമ്മെ കാത്തിടും ധീരജവാന്മാർക്കെന്നും തുണയായിടാം. ഭാരതം എൻ ഭാരതം ഉണരുന്നു ഭാരതം, പൊൻസൂര്യനായുലകത്തിലും ഉണർവേകുമെൻ ഭാരതം. ഭാരതം എൻ ഭാരതം ഉണരുന്നു ഭാരതം, പൊൻസൂര്യനായുലകത്തിലും ഉണർവേകുമെൻ ഭാരതം. നന്ദി. ഭാരതം എൻ ഭാരതം ഉണരുന്നു ഭാരതം, പൊൻസൂര്യനായുലകത്തിലും ഉണർവേകുമെൻ ഭാരതം. ഭാരതം എൻ ഭാരതം ഉണരുന്നു ഭാരതം, പൊൻസൂര്യനായുലകത്തിലും ഉണർവേകുമെൻ ഭാരതം. സോദരർ നാം ഒന്നായി കൈകോർത്ത്
ചേർത്തു മുന്നേറിടാം. സ്നേഹപുഷ്പങ്ങൾ വിതരാം. ജയ ഭാരത് മാതാ, ജയ 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 ഭാരതം, എൻ ഭാരതം, ഉണരുന്നു ഭാരതം. പൊൻസൂര്യനായുലകത്തിനും ഉണർവേകുമെൻ ഭാരതം. ലോക സമസ്ത സുഖിനോ ഭവന്തു പാടുമെൻ ഭാരതം. ശാന്തി തൻ സ്നേഹതീരമായി പുണ്യഭാരതം. ലോക സമസ്ത സുഖിനോ ഭവന്തു പാടുമെൻ ഭാരതം. ശാന്തി തൻ സ്നേഹതീരമായി പുണ്യഭാരതം. ഉയരങ്ങളിൽ ഉയരുന്നിതാ ത്രിവർണ്ണ പതാകകൾ. നിറമാർന്ന സ്നേഹത്തിൻ നിറമാല ചാർത്തിടാം. ഉയരങ്ങളിൽ ഉയരുന്നിതാ ത്രിവർണ്ണ പതാകകൾ. നിറമാർന്ന സ്നേഹത്തിൻ നിറമാല ചാർത്തിടാം. ഭാരതം എൻ ഭാരതം, ഉണരുന്നു ഭാരതം. പൊൻസൂര്യനായുലകത്തിനും ഉണർവേകുമെൻ ഭാരതം. മതജാതി വർണ്ണഭേദങ്ങളില്ലാതൊരുമിച്ചു മുന്നേറിടാം. നാനാത്വത്തിനേകത്വമായി പുണ്യഭാരതം. മതജാതി വർണ്ണഭേദങ്ങളില്ലാതൊരുമിച്ചു മുന്നേറിടാം. നാനാത്വത്തിനേകത്വമായി പുണ്യഭാരതം. ജീവൻ ബലിയർപ്പിച്ചും നമ്മെ കാത്തിടും ധീരജവാന്മാർക്കെന്നും തുണയായിടാം. ജീവൻ ബലിയർപ്പിച്ചും നമ്മെ കാത്തിടും ധീരജവാന്മാർക്കെന്നും തുണയായിടാം. ഭാരതം എൻ ഭാരതം, ഉണരുന്നു ഭാരതം. പൊൻസൂര്യനായുലകത്തിനും ഉണർവേകുമെൻ ഭാരതം. ആദരം വന്ദേ മാതരം. സുജലാം ശുഭലാം മലയജ ശീതളാം. സുജലാം ശുഭലാം മലയജ ശീതളാം. സസ്യശ്യാമളാ മാതരം വന്ദേ മാതരം. സുഫലാം ശുഭലാം മലയജ ശീതളാം. വന്ദേ മാതരം. सारे जहां से अच्छा हिंदुस्तान हमारा हमारा. सारे जहां से अच्छा हिंदुस्तान हमारा. हम बुलबुले हैं इसके, ये गुलसिता हमारा हमारा. सारे जहां से अच्छा हिंदुस्तान हमारा हमारा. सारे जहां से अच्छा. पर्वत वो सबसे ऊंचा हमसाया आसमां का. पर्वत वो सबसे ऊंचा हमसाया आसमां का. वो सांतरी हमारा, वो पासबाम हमारा हमारा. सारे जहां से अच्छा हिंदुस्तान हमारा हमारा.
ഞാൻ ഇന്നിവിടെ എൻ്റെ ഭാരതം എന്ന ദേശഭക്തി ഗാനമാണ് പാടാൻ പോകുന്നത്. ജനകോടികൾക്ക് ജീവാമൃതം, ജയഭാരതാംബയ്ക്ക് വന്ദനം. ജനകോടികൾക്ക് ജീവാമൃതം, ജയഭാരതാംബയ്ക്ക് വന്ദനം. ഓം ഹൃദയമേ ഹൃദയമേ ഉണരുമീ വേളയിൽ, പ്രാണനും ജീവവായുവും ഭാരതാംബയാമമ്മേ. ഭാരതാമോചന ധീരദേശാഭിമാനികളെ സലാം. ചോരയും വീര്യവും ജീവനും ത്യജിച്ച യോദ്ധാക്കളെ സലാം. ഹൃദയമേ ഹൃദയമേ ഉണരുമീ വേളയിൽ, ജനകോടികൾക്ക് ജീവാമൃതം, ജയഭാരതാംബയ്ക്ക് വന്ദനം. ജനകോടികൾക്ക് ജീവാമൃതം, ജയഭാരതാംബയ്ക്ക് വന്ദനം. ഓം ജയ കിസാനോ ജയ ജവാനോ, ജയ കിസാനോ ജയ ജവാനോ, ജയ കിസാനോ ജയ ജവാനോ, ജയ കിസാനോ ജയ ജവാനോ. ജയ 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 ദേശം, ജയ 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 ഭാരതം. ജയ 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 ദേശം, ജയ 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 ഭാരതം. ശാന്തി മന്ത്രമായി ഹിന്ദുവും, മണ്ണിൽ സ്നേഹദൂതുമായി ക്രിസ്ത്യനും, സമാധാനമോദി മുസൽമാനും. ശാന്തി മന്ത്രമായി ഹിന്ദുവും, മണ്ണിൽ സ്നേഹദൂതുമായി ക്രിസ്ത്യനും, സമാധാനമോദി മുസൽമാനും. ഒരു നറുമരളിതളു പോലെ മനസ്സു ചേർത്തിടാം, ഭാരതമാതാവിൻ മടിയിൽ ചാഞ്ഞുറങ്ങിടാം. ഇവിടെ ഭാഷ ദേശത്തിൻ കീർത്തിയാർന്നതാര്, ജയ 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 ജനനി. ജനകോടികൾക്ക് ജീവാമൃതം, ജയഭാരതാംബയ്ക്ക് വന്ദനം. ജനകോടികൾക്ക് ജീവാമൃതം, ജയഭാരതാംബയ്ക്ക് വന്ദനം. ഓ നന്ദി, നമസ്കാരം.
everyone. First of all, I'm really privileged to speak about the topic Atmanirbhar Bharat and I thank my school for giving us a beautiful opportunity. Now, let me move on to my topic. Actually, what is Atmanirbhar Bharat? It is a vision of our Prime Minister Narendra Modi to make India a self-reliant nation. It first came in the form of an announcement during Atmanirbhar Bharat Abhiyan or self-reliant mission during the COVID-19 pandemic related economic package on 12th May 2020. Through this, Narendra Modi came with the slogan, Vocal for local and make them global. This idea is truly a manifestation of Gandhian ideology of self-reliance. Narendra Modi said that a self-reliant India will stand on 5 pillars that are economy, infrastructure and system that will be based on 21st century technology-driven arrangement, then vibrant demography, and last but not the least, demand. So the question is, why is there a need for India to be self-reliant? This is so because our Indian markets have a large proportion of Chinese goods and this poses a great challenge to our Indian producers because of their low cost. For China, they are a huge source of per capita income, but for us, they are a big challenge, they are a major challenge and our Indian entrepreneurs, traders, producers, they are losing their opportunities. So, a self-reliant India will be a solution to their problem. Like China, there are a variety of other challenges faced by India because of the reason of relying on other nations. So, self-reliant India is a major and ultimate solution to all these problems. And during this crisis, our government of India came with an economic package. And this economic package covered various sectors, starting from agriculture, small-scale industries, large-scale industries, and so on. They said that MSMEs will benefit a lot because of the free access to loans. And then the emphasis on technology, on education and health, then administrative reforms, privatization of public sectors will also show the required efficiency. Then opening up of atomic and space energy sectors to the private companies, they will also show the positive effect of technology. These all measures, there were a variety of other measures also, but these started with the Pradhan Mantri Garib Kalyan Yojana. And as a result, free ration and pulses have been provided to most of the citizens. And all of us must saw the news of the crisis of migrant workers, and there were a huge disappointment to all of us. This package has also a solution for them, and that is there will be an increase in allocation to Mahatma Gandhi National Rural Employment Guarantee Act for including these migrant workers. And as a result, migration from villages will eventually stop. So, rural areas will develop, economic condition and per capita income of these village people will increase. So, Narendra Modi said that stabilizing the economy plus saving the lives from deadly virus should be handled simultaneously. Indian goods should be manufactured in India, but they should be made for the global. So, India wants to convert this crisis into an opportunity and strengthen this fight by making us a self-reliant nation. This is our task. Although this seems possible, it is not so easy because we cannot compromise on the goods that can only be made in foreign nation. And as we all know, every action, every task has certain challenges, but we have to face them in order to make it successful. So let us make our India a self-reliant nation. Let us fulfill our Gandhi's dream, our nationalist dreams. Let us be an example or a role model to other nations. Let us make our India from a developing country to a developed country. All over in all, I could assure you that self-reliant India will be an incredible India. Thank you. Good morning all. Today I am here to present a speech on topic Atmanirbhar Bharat, Shreshth Bharat or Self-Reliant India, Incredible India. Atmanirbhar Bharat is a vision of the Prime Minister of India, Narendra Modi, of making a self-reliant nation. The first mention of this came in the form of Atmanirbhar Bharat Abhiyan or Self-Reliant India mission during the announcement of the coronavirus pandemic related economic package on 12 May 2020. This self-reliant policy does not aim to be protectionist in nature, and as the Finance Minister clarified, self-reliant India does not mean cutting off from rest of the world. The Law and IT Minister Ravi Shankar Prasad said that self-reliance does not mean isolating ever from the world.
Atmanirbhar Bharat has been called by some as a repackaged version of the Make in India movement using the new taglines such as Vocal for Local. Other opposition members spoke about how India had enacted policies and built companies into its creation to make India self-reliant. SAIL for steel production, IITs for domestic engineers, AIMS for medical science, ISRO for space, CCL, NTPC, and GIL in the area of energy, criticizing the advertising tactics. Some have phased into Fend for Yourself campaign. Calls for India to boycott Chinese products are particularly difficult in short term for India as India imports $75 billion worth of goods every year from China to the extent parts of Indian industry are dependent on China. Results of the Boycott China movement starts showing in early August, with the government of China's customs data showing that Chinese exports to India had fallen by 25% as compared to the same period in 2019. Thank you. A warm welcome and a hearty good morning to the gathering. I am Nandana Raji of class 9A and I am going to speak about Atmanirbhar Bharat Shresth Bharat. Atmanirbhar Bharat is a vision of the Prime Minister of India, Narendra Modi, for making India a self-reliant nation. The first mention of this came in the form of Atmanirbhar Bharat Abhaya or Self-Reliant Indian Mission during the announcement of the coronavirus or COVID pandemic related to economic package on 12 May 2020. Prime Minister Narendra Modi announced a special economic and comprehensive package of Rs 20 lakh. The aim of making the country independent against the tough competition in global supply chain and to help empowering poor, labor and migrants who have been adversely affected by COVID. The 5 pillars of Atmanirbhar Bharat Shresth are economic, infrastructure, demography, demand and system. The package also focuses on land, labor, liquidity and laws. It will cater to various sectors including industry, cottage, MSMEs and industries among others. These relief measures were announced by the Finance Minister Nirmala Sitaraman. In his vision, he not only aims to promote local products but also suggests everyone to improve quality and providing best products. He emphasized on his inner heart and self-belief for making this Abhiyan successfully. Thank you and have a nice day. Hello everyone, my name is Liam Pradeep. I am from class 8. Today my topic is Incredible India or Shrestha Bharat. India is the 7th largest country by its geographical area and it is located in South Asia. India represents unity in diversity. India is a democratic country where people themselves choose their leaders and live happily and freely. If any Indian tries to harm other person, India have also rules and regulations and they will try to punish them and make him realize the mistake. Indians can do anything they want within the limits of laws. India's national language or mother tongue is Hindi. National bird of our country is peacock and tiger as its national animal and hockey as its national game. Our country is also incredible because of beautiful mountains, lakes, seas, forests and oceans. Many foreigners each year visits India to see our beautiful cultures, traditions and so on. And its historical temples, its heritage, its language and so on. And this is how India is incredible. Now I am winding this. Happy Independence Day to all of you. Thank you. A very good morning to the excellences, teachers and my dear friends. Today I would like to share about Atmanirbhar Bharat. Do you know
What is Atmanirbhar Bharat? The meaning of Atmanirbhar Bharat is self-reliant India. It means interlinking the welfare of the world with India's progress and make globalization human-centric. It signifies the globalization of our local industries. On 12th May 2020, Prime Minister Narendra Modi announced a package of 20 lakh crore to revive the economy and address the issues affecting various sections of people. This was named as Atmanirbhar Bharat. He announced a package of 5 tranches, isn't it? They are the first tranche. The prime motto of the first tranche was infused liquidity. And the second tranche, the major feature of this tranche was One Nation, One Ration Card scheme. And the third tranche measures were mainly for the agriculture and its related infrastructure strengthening. And the fourth tranche of economic package was styled as New Horizon of Growth. And the fifth and the last tranche of package was announced on 17 May and was named as Government. The government aims to bring the economy on track through supply side measures. Government is worried regarding debt to GDP ratios too. India Constitution and democracy are the biggest enablers our nation marching towards. Atmanirbhar. Innovation thrives when there is unity in diversity. Digital India for Atmanirbhar opportunities on COVID-19 and beyond. This is overcoming gender, caste and ethnic bases. It making of a new India through biodiversity and agriculture prosperity. While I exercise my rights, I must not forget to undertake my duties to use in an Atmanirbhar Bharat. My physical fitness is my wealth that will build the human capital for Atmanirbhar Bharat. Conserve blue to go green for an Atmanirbhar Bharat. Thank you. Have a nice day. Stay home. Stay safe. Good morning, all. I am Jyoti from class 7th B and I am here today to present a speech on self-reliant India. Self-reliant India is a great idea and should not mean splitting up with international trade. India will have to engage itself with the world and at the same time strengthen its own domestic industries. The entry of China into the marketing economy has made it in the marketing backyard the world. We have been hearing since the last century that the 21st century belongs to India. This is not our dream. This is a responsibility for all of us. We live in a globalized world where the possibilities of local production are considerably attenuated, especially in manufacturing, which involves special processes like high technologies and multiple components. Self-reliant India is actually a part of the contra-globalization trend. This trend was implemented by many other nations such as the United States, actually closing its borders and turning economically nationalistic. I would like to end this speech by saying that history proves that there is no such substitute for quality and competence. No ideological or cultural massaging can make this go away. And as Indians, it is our duty to understand that a self-reliant India makes an incredible India. We need to support these campaigns as well. Thank you.
I know you all have enjoyed this moment, but now it's time to say the end of the function. Before signing out, once again wishing you a happy Independence Day and Jai Hind.